അഴിമതി കേസിൽ 2 ജഡ്ജിമാരടക്കം നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ സൗദിയിൽ അറസ്റ്റിലായി. അധികാരം ദുരുപയോഗം ചെയ്ത് അഴിമതിക്ക് കൂട്ടുനിന്നവരാണ് അറസ്റ്റിലായ പലരും. പൊതു ഓഫീസുകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ജഡ്ജിമാർ ഉൾപ്പെടെ അഴിമതി ആരോപണത്തിൽ സൗദിയിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായവരിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. 19 ലക്ഷം സൗദി റിയാൽ വിലമതിക്കുന്ന ഒരു സാമ്പത്തിക തർക്കം പരിഹരിക്കുന്നതിന് പകരമായി വാഗ്ദാനം ചെയ്ത 1 ലക്ഷം റിയാലിൽ 67,000 റിയാൽ കൈപ്പറ്റിയ ജനറൽ കോടതിയിലെ ഒരു ജഡ്ജിയെ നീതിന്യായ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇതേ കേസിൽ മറ്റൊരു ജഡ്ജിയും അറസ്റ്റിലായതായി സൗദി അഴിമതി വിരുദ്ധ വിഭാഗം അറിയിച്ചു. മറ്റൊരു കേസിൽ ഒരു വ്യവസായ കോളേജിലെ ഒരു ജീവനക്കാരൻ വിദ്യാർത്ഥിയുടെ പ്രതിമാസ അലവൻസുകളിൽ നിന്ന് 14 ലക്ഷം റിയാൽ അപഹരിച്ചതിന് പിടികൂടുകയുണ്ടായി. വ്യക്തിഗത നേട്ടത്തിനായി പണം വകമാറ്റാൻ രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചേർക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി ഉടമസ്ഥാവകാശം നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നതിനായി കൈക്കൂലി വാങ്ങിയ പബ്ലിക് നോട്ടറിയും സൗദി പൗരനും പിടിയിലായി. അതേസമയം വിദേശത്തേക്ക് നാടുകടത്തുവാൻ ഉത്തരവിട്ട ഒരു പ്രവാസിയെ നാടുകടത്തുന്നത് ഒഴിവാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത 60,000 റിയാൽ കൈക്കൂലിയായി സ്വീകരിച്ച ജയിൽ ജനറൽ ഡയറക്ടറേറ്റിലെ ഒരു മേജറെയും അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ നിരവധി കേസുകളിലാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സൗദിയിൽ അറസ്റ്റിലായിട്ടുള്ളത്. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.